നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് എൻട്രൻസ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. ദ 10th കോമൺ ടേം ബിറ്റ്വീൻ ദ സീരീസ് 3, 7, 11 എക്സെട്ര ആൻഡ് 1, 6, 11 എക്സെട്ര. ക്വസ്റ്റിന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമുക്കത് ഇനിയും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വന്നാൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം. ഫാസ്റ്റ്, അതാണ് എൻട്രൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഏറ്റവും സ്പീഡ്, ഏറ്റവും ആക്യുറസി, ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് മാർക്ക് വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ നോക്കിക്കേ, 10ാമത്തെ ടേം, ഈ രണ്ട് സീരീസിലെ ഈ കോമൺ ടേംസുകളിൽ 10ാമത്തെ. ദെൻ ഹൗ ടു ഫൈൻഡ് ദ കോമൺ ടേംസ് ഓഫ് ദീസ് ടു സീരീസ്, അതാണ് നമുക്ക് ഫസ്റ്റ്ലി വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് കിട്ടുമെന്നൊക്കെ പറയാം, അല്ലാതൊരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കിക്കേ. 4 വെച്ചാണല്ലോ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 വെച്ചാണ്. ശരിയല്ലേ? 1 + 5 6 + 5 11. നിങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട് 11 ആണ് ഇതിൻ്റെ ഫസ്റ്റ് കോമൺ ടേം. ശരിയല്ലേ? 11. നെക്സ്റ്റ് ടേം, കോമൺ ടേം എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സീരീസുകളുടെയും കോമൺ ഡിഫറൻസുകളെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേമിനെ കണ്ടുപിടിക്കാനുള്ള വഴി, നെക്സ്റ്റ് ഈ രണ്ട് പേരുടെയും LCM കണ്ടുപിടിക്കണം. ഫസ്റ്റിൻ്റേത് 4 ആയിരുന്നു കോമൺ ഡിഫറൻസ്, സെക്കൻഡിൻ്റെ 5 ആയിരുന്നു. LCM of 4 and 5. What is the LCM of 4 and 5? That is 20. That means നമുക്ക് കോമൺ സീരീസിൻ്റെ കോമൺ ആവുന്ന ടേംസുകളുടെ സീരീസിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര ആയിരിക്കും? 20 ആയിരിക്കും. അതാണ് എന്ന് പറഞ്ഞാൽ 20 കൂട്ടി അങ്ങ് പോയാൽ മതി. ദാറ്റ് ഈസ് 11 + 20 31, 51, 71. ഇതായിരിക്കും നമ്മുടെ കോമൺ ടേംസ്. കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ കോമൺ ഡിഫറൻസും ഇതിൻ്റെ കോമൺ ഡിഫറൻസൂടെ ഇതിൻ്റെ LCM 4 and 5 LCM 20 ആണ്. അങ്ങനെയാണെങ്കിൽ 20 കൂട്ടി അങ്ങ് പോയാൽ മതി എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് എന്ത് എളുപ്പമാണ്? 10th ടേമിൻ്റെ ഫോർമുല A + എത്ര D എന്നാണ്? 9D. വാട്ട് ഈസ് A? ഹിയർ 11 + 9 × D ഈസ് 20. ദാറ്റ് ഈസ് 11 + 180. ആൻസർ ഈസ് ആരാണ്? 191. തീർന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഓരോരുത്തരെയും കാണുന്നവർക്ക് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം സ്പീഡ് കിട്ടുന്നുണ്ടോ നോക്കണം. എഴുതി ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇതിനെ ചെയ്ത് തീർക്കാൻ പറ്റിയാൽ നിങ്ങൾ രാജാവാകും കേട്ടോ. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാം. ഇത്തിരി ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ്. എല്ലാവരും വായിക്കണം. ഇത്തിരി ടഫാണ് ചെയ്യാൻ, സിംപ്ലിഫിക്കേഷൻ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പ്രൊസീജിയർ എല്ലാം നോർമലാണ്, സാധാരണയാണ്. പക്ഷെ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ടാവും ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ. ഓക്കെ, ഇഫ് sin x × cos y ഈസ് ഈക്വൽ ടു 1/2, ദെൻ d² y/dx² at π/4 ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. d² y/dx² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കഴിയാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ sin x × cos y ഈക്വൽ ടു 1/2 ഞാൻ അങ്ങോട്ട് എഴുതുവാണ്. ഓക്കെ, ഈ ഇക്വേഷനെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയാമോ? sin x × cos y ഈക്വൽ ടു 1/2. ദെൻ ഹൗ ടു ഫൈൻഡ് ദ dy/dx ഫ്രം ദിസ് ഇക്വേഷൻ. ഈ ടൈപ്പിനെ വിളിക്കുന്ന പേര് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്നാണ് കേട്ടോ. ഇക്വേഷൻ മാതിരി തരുന്നതിനെല്ലാം വിളിക്കുന്നത് ഇംപ്ലിസിറ്റ് എന്നാണ്. നമ്മൾ ആദ്യം ഇവിടുന്ന് dy/dxനെ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഡിഫറൻഷ്യേറ്റിംഗ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. Then sin x × cos y, differentiating by product rule. Okay, first is sin x and second is cos y. Then first into derivative of second, cos y minus sin y into dy/dx plus second function cos y into derivative of first sin x in എന്തായിരുന്നു? cos x. Okay, is equal to 1/2 ൻ്റെ 0. അത്രയൊക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി എന്താ വേണ്ടത്? dy/dx വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം, ഇത് നമ്മുടെ എന്താണ്? സെക്കൻഡ് ടൈം. ഇവിടുന്ന് ഡിവൈഡ്സ് വേണമെങ്കിൽ ആദ്യം നമ്മൾ ഇയാളെ അപ്പുറത്ത് കൊണ്ടുപോകണം. ഓക്കെ, ഇത് അപ്പുറത്ത് കൊണ്ടുമ്പോൾ cos y cos x അപ്പുറത്ത് വരുമ്പോൾ മൈനസ് cos y cos x ആവും. ഇവിടുത്തെ മൈനസോടൊക്കെ ക്യാൻസൽ ആവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ദാറ്റ് മീൻസ് cos y cos x മൈനസ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ sin x sin y മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് sin x sin y. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് dy/dx കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് മൈനസ് തമ്മിൽ പ്ലസ് ആയി. ദെൻ നോക്കിക്കുക, ഇവിടെ ഒരു cos x sin x ആരായിട്ട് മാറും? cot x ആവും. നെക്സ്റ്റ് cos y sin y ആരായിട്ട് മാറി? cot y. ഇതാണ് നമ്മുടെ dy/dx. നോക്കിക്കേ, നല്ല രസകരമായിട്ടുള്ള ഒരു ടേംസ് ആണ്. dy/dx cot x cot y. ഓക്കെ,
ഇനി ഇങ്ങനെ അറ്റ് π/4 എന്ന് വരുമ്പോൾ നിങ്ങൾ ഈ dy/dxന്റെ വാല്യൂ ഇവിടെ നമുക്ക് വേണ്ടത് d²/dx² അറ്റ് π/4 ആണ്. പക്ഷെ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഓർത്തോണം dy/dxന്റെയും കൂടെ ഈ പോയിന്റിലുള്ളത് കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ നോക്കിക്കേ dy/dx അറ്റ് π/4 എന്ന് പറയുമ്പോൾ ആൻസർ എങ്ങനെ ആയിരിക്കും? ഈ എക്സിനും π/4 കൊടുക്കണം, ഈ വൈക്കും π/4 കൊടുക്കുമ്പോൾ cot π/4 ആൻസർ വരുമ്പോൾ 1 × 1 ആണ് കേട്ടോ, 1 ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ dy/dx അറ്റ് π/4 ആൻസർ 1. അതോടെ കിടന്നോട്ടെ, നമുക്കൊരു ആവശ്യം വരും. നെക്സ്റ്റ് എന്താണ്? d²y/dx². cot x cot y ഡെറിവേറ്റീവ് ആണ്, അഗെയിൻ ബൈ പ്രോഡക്റ്റ് റൂൾ ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് ഈസ് cot x ഇൻറ്റു വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് cot y? cot y യുടേത് മൈനസ് cosec²y. ഓക്കെ, മൈനസ് cosec²y ഇൻറ്റു dy/dx പ്ലസ് നെക്സ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ cot y ഇൻറ്റു cot xൻ്റേത് മൈനസ് cosec²x. ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് കൊടുത്തു പോകാം കേട്ടോ. d²/dx അറ്റ് π/4 നമ്മൾ എക്സ് കാണുന്നിടത്തെല്ലാം π/4ഉം y കാണുന്നിടത്തെല്ലാം π/4. അപ്പോൾ ഈ cot x എന്നുള്ളത് π/4 ആകുമ്പോൾ cot π/4. വാട്ട് ഈസ് cot π/4? എല്ലാം എളുപ്പം നോക്കിക്കോ. cot π/4 എന്ന് പറയുമ്പോൾ ആരാണ്? 1 ഇൻറ്റു മൈനസ് cosec²y ആണ് എന്ന് പറഞ്ഞാൽ ഈ വൈക്ക് π/4 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും, മൈനസ് cosec² π/4 എന്ന് പറഞ്ഞാൽ cosec π/4ൻ്റെ ഹോൾ സ്ക്വയർ. cosec π/4 എന്ന് പറഞ്ഞാൽ √2 ആണ് കേട്ടോ. cosec 45 അതിൻ്റെ ഹോൾ സ്ക്വയർ. പുറത്ത് മൈനസ് ഉണ്ട്, മൈനസ് കോമൺ ആയിട്ടുള്ളതല്ല, ഇതിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. ആൻസർ ഈസ് -2. ഓക്കെ, ഇൻറ്റു dy/dx എന്ന് പറഞ്ഞാൽ ഈ dy അറ്റ് π/4 എത്ര കിട്ടിയായിരുന്നു? 1. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഉപയോഗം ഉണ്ടെന്ന്. അപ്പോൾ ഈ dy/dxൻ്റെ പ്ലേസിൽ നിങ്ങൾക്ക് ആ dy കിട്ടിയ ആൻസർ ഉണ്ട്. ഇവിടെ എക്സിനും വൈക്കും π/4 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറായ 1 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ അത് തന്നെയാണ് 1 ഇൻറ്റു ഇവിടെ അതേ ആരെ കിട്ടും? -2 കിട്ടും. ഓക്കെ, മൈനസ് cosec² π/4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു -2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -2 ആണ്. ഇവിടെയും -2 ആണ്. രണ്ടുകൂടെ ചേരുമ്പോൾ ആൻസർ ഈസ് ആരാണ്? -4. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്ത് തീർന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ പലയിടത്തും നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നമുക്ക് ഡൗട്ട്സ് ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും, പല പ്രശ്നങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾ വളരെ സ്പീഡ് ചെയ്യാൻ പഠിച്ചാൽ രക്ഷപ്പെടും. അല്ലാതെ കൊച്ചു പ്രോബ്ലംസുകൾ നമ്മളൊരു എക്സാമിന് വേണ്ടി മാത്രം, +2ൻ്റെ എക്സാമിന് വേണ്ടി മാത്രമാണെങ്കിൽ ഒരു കാര്യമില്ല. നമുക്കൊരു എൻട്രൻസിന് വേണമെങ്കിൽ എൻട്രൻസിൻ്റെ രീതിയിൽ കൂടെ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.